ഇതേതാ സ്ഥലം? ഈ റൂം ഇത് തന്നെയല്ലോ. ഞാനിതെവിടെയാ? സാർ എണീറ്റോ? ഞാൻ തന്നെ എണീപ്പിക്കാൻ വരായിരുന്നു. അപ്പോഴേക്ക് എണീറ്റോ? നന്നായി. ബൈ ദ വേ ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ ഇവിടെ ഇത് ഓർമ്മയില്ലേ? ശരിക്കും ആലോചിച്ച് നോക്കുന്നില്ല എന്താ ഉണ്ടായെന്നുള്ളത്. പിന്നെ ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ റൂമുമാണ്. വല്ലതും ഓർമ്മ കിട്ടിയോ? ഇന്നലെ അവരുടെ നിന്ന് നിന്നെ രക്ഷിച്ചത് ഞാനാ. പിന്നെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. താങ്ക് യു സോ മച്ച് ഇന്നലെ എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഇതാണ് ഇന്നലെ നിൻ്റെ അടുത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഇന്നലെ നീ എൻ്റെ അടുത്ത് ഇതല്ല പറഞ്ഞത്, പകരം പറഞ്ഞതൊക്കെ വേറെയാണ്. ഞാനെന്താ പറഞ്ഞത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് പറയാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീ തെളിച്ച് പറയിച്ചു മാമൻസിനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. കൂടുതൽ ഭ്രാന്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നീ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളത്. ബോധമില്ലാത്ത ടൈമിലാണ് നീ എല്ലാം പറഞ്ഞത്, പക്ഷെ കേട്ട എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും നിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നീ എന്നോട് പറഞ്ഞല്ലോ. നമുക്ക് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാനെന്താ പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ശരിയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആദ്യമൊന്നും നിന്നോട് എനിക്കൊന്നുമില്ലായിരുന്നു. നീ എൻ്റെ പിന്നാലെ നടക്കുമ്പോഴൊന്നും എന്നോട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പെട്ടെന്ന് നീ അങ്ങനെ ലൈഫിൽ നിന്ന് മാഞ്ഞപ്പോൾ പിന്നെ എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയതെന്ന്. ഒരുപാട് വായിക്കാം എൻ്റെ മനസ്സിലെന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പോലും അറിയാതെ എപ്പോൾ തൊട്ട് അത് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നീ പേടിക്കണ്ട, ഇതും പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വരില്ല. ഞാൻ മൂണാവാൻ നോക്കുന്നുണ്ട്. നീ എന്തിനാ മൂണാവാൻ ശ്രമിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? ഇന്ന് നിന്റെ ലൈഫിൽ മറ്റൊരാളുണ്ട്. ഞാനായി തന്നെ എന്നിൽ നിന്ന് അകറ്റിയ നിന്നെ തിരിച്ചു വേണമെന്ന് ഞാൻ എങ്ങനെ ആവശ്യപ്പെടുക? എൻ്റെ ലൈഫിൽ മറ്റൊരാളോ? ഞാൻ അന്നെല്ലാം കണ്ടതാ. ആദ്യം നിങ്ങൾ അവിടെ. പേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിങ്ങൾക്കിടയിലേക്ക് വരില്ല. അപ്പോൾ നീ അന്നെല്ലാം കണ്ടിരുന്നു അല്ലേ? പക്ഷെ നീ മുഴുവനും കണ്ടില്ല, അതെനിക്കിപ്പോൾ മനസ്സിലായി. അന്ന് അവിടെ ഉണ്ടായത് എന്താന്ന് നിനക്കറിയില്ല. ആദ്യ താൻ എന്തേ കാണിച്ചത്? ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് അയാളെ താൻ ഇങ്ങനെ ഒരാളാണെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ? എൻ്റെ ഇഷ്ടം എന്നോട് പറഞ്ഞതോ അതോ അത് എക്സ്പ്രസ് ചെയ്തതോ? അതിത്ര വലിയ തെറ്റാണോ? ഒരിക്കലും അതൊരു തെറ്റല്ല. ഞാൻ ചെയ്ത സെയിം മിസ്റ്റേക്കാണ് താനിപ്പോൾ ചെയ്തത്. നമുക്കൊരാളോട് നമ്മുടെ ഇഷ്ടം തുറന്നു പറയാം, പക്ഷെ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. സ്നേഹം എന്ന് പറയുന്നത് തനിയെ തോന്നേണ്ട ഒന്നാടോ. നമ്മുടെ ഉള്ളിലുള്ളത് പറയാം, അവർക്കും തിരിച്ചാൽ തന്നെ തോന്നണമെന്ന് പറയാൻ പാടില്ല. എനിക്ക് തന്നോട് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു ഫ്രണ്ടായി മാത്രമേ ഞാൻ തന്നെ കണ്ടിട്ടുള്ളൂ. സോറി ആദ്യ. എന്തായാലും റീസൺ വേറെ ആരെങ്കിലും തൻ്റെ ഉള്ളിലുണ്ടോ? ഒരാളുണ്ട്. തന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. നമുക്ക് പഴയ പോലെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. സാറില്ല, നീ പറഞ്ഞത് തന്നെ കറക്റ്റ്. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ലല്ലോ. പിന്നെ പഴയ പോലെ ഫ്രണ്ട്സ് ആവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ടൈം തായോ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ആൻഡ് സോറി. ഇതാണ് അന്ന് അവിടെ നടന്നത്. അതിനെങ്ങനെയാ ഒരു കാര്യം മുഴുവനായി അറിഞ്ഞിട്ടല്ലോ നീ അതിന് റിയാക്ട് ചെയ്യുന്നത്? മുൻകൂട്ടി അങ്ങ് തീരുമാനിക്കും ഓരോ കാര്യങ്ങൾ. സോറി. നീ ഇപ്പോഴും സിംഗിളാണ്, അപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ട് അല്ലേ? ഉണ്ടോ? ഞാൻ പറഞ്ഞ നിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടെന്ന് ഇല്ലല്ലോ. നിൻ്റെ ചാൻസൊക്കെ നീ കൊണ്ട് കളഞ്ഞതാ. ഇനിയൊരു ചാൻസ് തരാൻ വയ്യ. സോറി. പ്ലീസ് അങ്ങനെ പറയരുത്. അന്നെനിക്ക് ബുദ്ധിയില്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല സത്യമായിട്ടും. പ്ലീസ്. ഓവറായി ക്യൂട്ട്നെസ് വാരി വത്തറിയിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ. ചെല്ലാൻ നോക്ക്. ഇല്ല, ഞാൻ എങ്ങും പോയില്ല. ഒരിക്കൽ പറ്റിയ തെറ്റ് ഞാൻ വീണ്ടും ആവർത്തിക്കില്ല. എനിക്ക് തന്നെ വേണം ലൈഫ് ലോങ്, എൻ്റേത് മാത്രമായിട്ട്. നീ എൻ്റേതാ, അതിൽ നിന്നൊരു മാറ്റമില്ല. നിനക്ക് ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും. ശരി, നിനക്കെന്നെ ഒട്ടും വേണ്ടാന്നാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. നീ അവളോട് പറഞ്ഞതുപോലെ സ്നേഹം പിടിച്ചു വാങ്ങണ്ടോന്നല്ലോ. ഞാൻ പൊക്കോണ്ട്. ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നത് സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കണ്ട. നിനക്ക് ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേനെ. ഇനി നിന്നെ ഞാൻ വിടില്ല. നീ എൻ്റെയാ, എൻ്റെ മാത്രം. അതിലിനി ഒരു മാറ്റവും ഇല്ല. Look at me. If you step into my life, I won't let you walk alone again. Then don't let go. I'm tired of walking alone anyway.
ഹേ, ഐ ലവ് യു. ഐ ലവ് യു ടു. അപ്പോൾ ആദ്യയുടെ ഫസ്റ്റ് ലവ് അതവനായിരുന്നല്ലേ? അവളുടെ ഉള്ളിൽ അവൻ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് അവൾക്ക് അവനോട് വെറും ഒരു അട്രാക്ഷൻ മാത്രമായിരിക്കുന്ന, അതവൻ സംസാരിച്ചപ്പോൾ ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതങ്ങനെയല്ലായിരുന്നു. എല്ലാം ഞാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അവളെന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ടായിരുന്നു. ആദ്യ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനെല്ലാവരും ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നത്? നിന്നെ ഓർത്ത് വേദനിക്കുന്ന വേറെയും മനസ്സുകളുണ്ട്. നീ അതെന്താ ചിന്തിക്കാത്തത്? എല്ലാവരും എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നേ? ഓ റിയലി? അതാരാ? എല്ലാം വെറും കാട്ടിക്കൂട്ടലുകൾ മാത്രം. എന്നെ മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടത് എന്താ, ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും എന്നെപ്പറ്റി ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചേച്ചിയമ്മ വിളിച്ചു കാണും, അതല്ലേ നീ എന്നെ തേടി വന്നത്? ആദ്യ, എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മുഖത്ത് നോക്കി പറയണം. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ രണ്ടാളും ശ്രമിച്ചിട്ടുണ്ടോ? ചേട്ടച്ചന് ബിസിനസ് കാര്യങ്ങൾ, നിനക്ക് നിന്റെ സ്റ്റഡീസ്, നിൻ്റെ കാര്യങ്ങൾ. ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി സമയം, എന്നെ സ്നേഹിക്കാൻ, എന്നെ കെയർ ചെയ്യാൻ ഇല്ല. എനിക്ക് ആകെ ഉണ്ടായത് ചേച്ചിയമ്മയാണ്. ശരിയാ, ഇപ്പം ഞാൻ ചേച്ചിയമ്മയോട് മിണ്ടുന്നില്ല. എന്നും എനിക്കതിനെ വേദനിപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ. എന്നെക്കുറിച്ച് ഓർത്ത് എന്നും അത് വേദനിച്ചിട്ടേ ഉള്ളൂ. ഇനിയും അതിനെന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവോയ്ഡ് ചെയ്ത് നടക്കുന്നത്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ പറയേണ്ടത് നീ കേട്ടാൽ മതി. മനസ്സിലായോ? എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇവിടെ എത്തി. എപ്പോഴെങ്കിലും നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് നേരം ശരി, നിൻ്റെ ലൈഫ്, നിൻ്റെ ഇഷ്ടങ്ങൾ, ഞാൻ നിന്റെ വഴിക്ക് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടുന്നത്. അവരെന്നെ കെയർ ചെയ്തു, സ്നേഹിച്ചു. അതിലൊരാൾ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് എന്നെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും എൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും അതിനെല്ലാം എന്നെ ചേർത്ത് പിടിക്കാനും എല്ലാം ശ്രമിച്ചു. ആ ഒരു വ്യക്തിയെ ഞാൻ പോലും അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി. എൻ്റെ തെറ്റാണോ? പറയടാ. എനിക്കറിയില്ലായിരുന്നു അയാളുടെ ഉള്ളിൽ മറ്റൊരാളാണെന്ന്. ആളെനിക്ക് മനസ്സിലാവും. സ്നേഹം ഒരിക്കലും തട്ടിപ്പറിച്ചെടുക്കാനുള്ളതല്ല. ഞാനൊരിക്കലും അതിന് ശ്രമിക്കുകയില്ല. പക്ഷെ നിന്നോട് ഞാനൊരിക്കൽ ക്ഷമിക്കില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സന്തോഷം നീ എനിക്ക് തന്നിട്ടില്ല. എന്നൊന്ന് സ്നേഹിച്ചിട്ടില്ല. നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീ എൻ്റെ ഈ സന്തോഷം കൂടി എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു. നിന്നോട് ഞാൻ ക്ഷമിക്കില്ലടാ. ഇനി അങ്ങോട്ടും നീയും ഞാനും സ്ട്രേഞ്ചേഴ്സ് പോലെ തന്നെ മതി. കൂടുതൽ അടുക്കാനോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എന്നെ നോക്കാനോ വന്നു പോകരുത് പ്ലീസ്. ചിലപ്പോൾ അത് നിന്നെ ഞാൻ കൂടുതൽ വെറുക്കാൻ കാരണം ഞാനതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചേച്ചിയമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ ഓക്കെയാണ്. ഞാൻ എന്നെ തന്നെ ഓക്കെ ആക്കി എടുക്കും. അത് കഴിയുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് ഇനിയും ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അന്ന് അവളുടെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ ഉണ്ടായിരുന്നില്ല. ശരിയാ, ഇൻഡയറക്റ്റായിട്ട് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് അവളെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അവളുടെ സൈഡിൽ നോക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ അവളെൻ്റെ അടുത്ത് ഉള്ളു തുറന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഒരിക്കലും അവൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹവും കരുതലും അവളുടെ അടുത്തിരുന്നാണെങ്കിലും അകലിരുന്നാണെങ്കിലും പിന്നീട് ഞാൻ അവൾക്ക് കൊടുക്കുന്നു. അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാവും, നിന്നെ മാത്രമല്ല അവളെ. നിങ്ങളുടെ മൂന്നാളുടെ ഉള്ളിൽ സ്നേഹം തുടിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെ സിറ്റുവേഷൻ അതായിരുന്നു. ഒന്നിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പരസ്പരം സ്നേഹം കൊടുക്കാനോ ഉള്ളൊരവസ്ഥയായിരുന്നില്ല നിങ്ങളുടെ. അതും എനിക്കറിയാം. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ബാക്കി പറയാം എന്താണ്ടായെന്ന്. സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റായി, ജോബൊക്കെ സെറ്റായതിനു ശേഷം വീട്ടിലറിയിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചേ. അതുവരെ ഇങ്ങനെ സ്നേഹിച്ച് നടക്കാം. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട്ടിലറിയിക്കേണ്ട കാര്യം പറയുമ്പോൾ അവനെന്തോ ഒരു പേടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാവർക്കും കാണുമല്ലോ, എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതത്ര കാര്യമാക്കിയില്ല. ഒന്നിച്ചുണ്ടായിരുന്നത് 2 വർഷമാണെങ്കിലും ആ സമയങ്ങളിൽ ഒരുപാട് മനോഹരമായ ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് സ്നേഹിച്ചും ഇടയ്ക്കൊക്കെ പിണങ്ങിയും ആ വർഷങ്ങൾ ഞങ്ങൾ അതിമനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സോങ് ഒരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നെ പിന്നെയും പ്രണയിക്കാൻ പഠിപ്പിച്ച, എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ആരെക്കാളും കൂടുതൽ സ്ഥാനം നേടിയ ആ വ്യക്തിക്ക് വേണ്ടി ഇതിലെ ഓരോ വരിയിലും അവനോടുള്ള സ്നേഹമാണ്. എന്നാളും നമ്മളൊന്നായി
ഒന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാം നല്ലാണിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിടാം കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിടാം. ആരുഷേടാ നീ ഇതെങ്ങോട്ടേക്കാ? ഞാൻ സൈന നോക്കി ഇറങ്ങിയതാ. അല്ല അവൻ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അവൻ ഓഡിറ്റോറിയത്തിലുണ്ടോ? ഒന്ന് ഡാൻസ് പ്രാക്ടീസില്ലേ, കുറച്ച് മുന്നേ പോണത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, എന്നാ ഞാൻ ഓടിച്ചില്ല. അല്ല നീ വരുന്നില്ലേ? നിനക്കല്ലേ പ്രാക്ടീസ്? പിന്നില്ലാതെ എനിക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം. നീ ചെല്ല്. എന്നാ ഓക്കെ, സെറ്റ്. മോനെ സീനായിട്ടും നിങ്ങളുടെ രണ്ടാളുടെ പെർഫോമൻസ് ആണെങ്കിൽ സെറ്റ്. ഓ ശരിക്കൊരു കപ്പിൾ വൈബ് ഉണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും, അതുകൊണ്ട് ഇത് പൊളിക്കും. ഡാരു നിക്കടാ പോവല്ലേ ഡാ. എന്താടാ നീ ഇങ്ങനെ നിക്കുന്നത്? നിന്റെ ഫേസ് കണ്ട് എങ്ങനെ ഇരിക്കുന്നത്? കൊള്ളൂലായിരുന്നോ? നിനക്ക് അഭിപ്രായം ഒന്നും പറയാനില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടടാ, നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാർക്കാ? അത് നിന്റെ മറ്റവൻ. അവനെല്ലാം കണ്ടിട്ടുണ്ട്, ജലസി കയറി പോയിട്ടുണ്ട്. വേഗം ചെന്ന് സെറ്റാക്കിക്കോ, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് ബ്രേക്കപ്പ് കിട്ടും. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇവനത് എവിടെ പോയി കാണും? ഇവിടെ എവിടെ ഇല്ല. വെയിറ്റ്, റൂഫ് ടോപ്പ്. അവിടെ കാണും. കൈയെടുക്കടാ. നിന്നോടാ പറഞ്ഞ എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്കാൻ. അച്ഛവേ ഡാ, എന്താടാ നീ എന്തെങ്ങനെ? നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പൊക്കോ, അതാ നിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കെന്നറിയില്ല, ഞാൻ മൊത്തത്തിൽ പിടിവിട്ട് നിൽക്കുക. നിൻ്റെ അടുത്ത് എത്ര തവണ പറയണടാ? നീ ഡാൻസ് കളിക്ക്, എന്താ വെച്ച ചെയ്തോ. പക്ഷെ വേണ്ടാത്തത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? എന്തേ നിനക്കൊന്നും പറയാനില്ലേ? വാടഞ്ഞു പോയി നിൻ്റെ. ഡാ നിനക്കറിയാലോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അവൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. പിന്നെ അതിലത്ര വലിയ തെറ്റുണ്ടോ? നല്ല ഫ്രണ്ട്സ് അങ്ങനെ ചെയ്താൽ അപ്പോൾ തെറ്റില്ല അല്ലേ? ശരി, ഇനി ഞാൻ പറയുന്നില്ല, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ വാ എൻ്റെ കൂടെ. റേച്ചൽ എടോ ഒരു മിനിറ്റ്. എന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്കത് മനസ്സിലായില്ല. ഒന്നുമില്ലടോ, തന്നെ കണ്ടപ്പോൾ തരാൻ തോന്നി. പിന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ,
ഇതിലൊന്നും തെറ്റില്ലല്ലോ. താനൊന്ന് ചെല്ല് ക്ലാസ്സിലേക്ക്. ഓക്കെ. ഇത് നിനക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ അതും എനിക്ക് ഓക്കെയാണ്. പ്രശ്നം സോൾവ് ആയി. ശരി എന്നാ. ഹേ സേ, കൈന്ന് വിടടാ. സേ, കൈ വേദനിക്കുന്നു. എന്തടാ നീ ഇതിനിപ്പം എന്നെ ഇങ്ങോട്ട് വലിച്ചഴിച്ചോണ്ട് വന്നേ? ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കെന്നറിയില്ല. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ നീ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോൾ നിനക്ക് മനസ്സിലായി അല്ലടാ? അച്ചൂടാ, അത് ഓക്കെ ഫൈൻ, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ അവളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പെർഫോമൻസ് തന്നെ ഞാൻ വേണ്ടാന്ന് വെക്കാം. ഒന്ന് ക്ഷമിക്കടാ. നീ എന്ത് കാണിച്ചാലും അപ്പ ക്ഷമിച്ചു തരാൻ എന്നെ കിട്ടത്തില്ല. നീ ചെല്ല, നമുക്ക് നൈറ്റ് റൂമിൽ വെച്ച് സംസാരിക്കാം. നീ ഇപ്പൊ പോ. അച്ചൂടാ പ്ലീസ്, നിന്നോട് ചെല്ലാന്നല്ലേ പറഞ്ഞത്? നമ്മുടെ രണ്ടാളും ഒരു റൂമിൽ തന്നെയല്ലേ, വേറെ ആരും ഇല്ലതാണ് ആ റൂമിൽ. നമുക്ക് നൈറ്റ് സംസാരിക്കാം. നീ പോ. നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒന്ന് സെറ്റിലല്ലേ? ചില നേരത്ത് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നും. ലുക്ക് മിസ് സമീറ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. താൻ അതിൽ കയറി ഇടപെട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇടപെടേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നിനെയാ നീ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ ഇടപെടാതിരിക്കുന്നത്? സമീറ, ഷൗട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. ഞാൻ മൊത്തം പറയട്ടെ. ഒരിക്കലും ഇനി എൻ്റേതാവില്ലെന്ന് വിചാരിച്ചൊന്നാ, പക്ഷേ ഇപ്പോ അതെന്നോട് അടുത്തുകൊണ്ടിരിക്കുക. എനിക്കൊരു ചാൻസ് ഉണ്ട്. വല്ലാത്ത സ്വപ്നങ്ങളാണല്ലോ നീ കാണുന്നത് സമീറ. അവനൊരിക്കലും നിന്റെ സ്വന്താവില്ല. അവൻ എന്റേതായ ഒന്നിനെ ഒരിക്കലും ഒരു കാലത്തും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വെയിറ്റ്, നിന്റേതോ? നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അവൻ പൂർണ്ണമായും നിന്റേതാണെന്നും നീ അവൻ്റേതായി മാറിയിട്ടുണ്ടെന്നും? നിന്റെ മൗനത്തിലുണ്ട് ഇതിനുള്ള ഉത്തരം. പൂർണ്ണമായും അവൻ നിന്റേതും നീ അവൻ്റേതായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാം, നോക്കാം. എവിടെ പോയി കിടക്കായിരുന്നടാ? എത്ര നേരമായി ഇന്നലെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? നീ വാ, നമുക്ക് സംസാരിക്കാം. ഇപ്പോഴല്ല, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം. നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അവൻ പൂർണ്ണമായും നിന്റേതാണെന്നും നീ അവൻ്റേതായി മാറിയിട്ടുണ്ടെന്നും? നിന്റെ മൗനത്തിലുണ്ട് ഇതിനുള്ള ഉത്തരം. പൂർണ്ണമായും അവൻ നിന്റേതും നീ അവൻ്റേതായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാം, നോക്കാം. എന്താടാ നിന്റെ ദേഷ്യം മാറിയോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ. ഈ ഒരു തവണത്തേക്ക് കൂടി നീ അങ്ങ് ക്ഷമിക്കേ. ഇനി ഞാൻ അത് റിപ്പീറ്റ് ചെയ്യില്ല. ശരിയാ, നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ വിഷമം വേദനയും തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ളവരും അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പം എനിക്കറിയാം, ഞാനിതിനി റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ അവളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ആ പെർഫോമൻസ് പോലും വേണ്ടാന്ന് വെക്കാം. നീ എന്താ പറഞ്ഞു കളിക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? എന്താ നീ ഇങ്ങനെ നോക്കുന്ന തന്നെ? ഇല്ല, എനിക്കിന്ന് നിന്നോടൊന്നും പറയാനില്ല. ചെയ്യാനേ ഉള്ളൂ. എൻ്റെ ബിഹേവിയറിൻ്റെ മെയിൻ റീസൺ എന്നിൽ ചില ഇൻസെക്യൂരിറ്റീസാണ്. അതെനിക്ക് ഇന്നത്തോടെ ഇല്ലാതാക്കണം. അച്ചോ, യു മീൻ? അതെ, അത് തന്നെയാ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനാവില്ല. എനിക്ക് നിന്നെ പൂർണ്ണമായിട്ട് എൻ്റേതായിട്ട് വേണം. അതുപോലെ എനിക്കും നിൻ്റേതാവണം. നിനക്ക് എൻ്റെ മേലുള്ള ഈ ഒരു വിശ്വാസം ഇതൊരിക്കലും തകർക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അതിനോ എന്നും ഇങ്ങനെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അത് കാണും. ഇനി നീ ഇല്ലാണ്ട് എനിക്കൊരു ലൈഫില്ലടാ. പിന്നെ ഈ പ്രാവശ്യത്തെ സ്റ്റഡി ലീവിന് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കാര്യം പറഞ്ഞൊന്ന് സെറ്റാക്കണ്ടേ? വേണമല്ലോ. അതുപോലെ എൻ്റെ വീട്ടിലും പറഞ്ഞൊന്ന് സെറ്റാക്കണം. ആദ്യം ഒരു എതിർപ്പുണ്ടെങ്കിലും
എൻ്റെ ഇഷ്ടത്തിന് അവരെല്ലാം വിട്ടുതരും, എനിക്ക് ഉറപ്പാ. അത് കഴിഞ്ഞ് എക്സാം ടൈം ആയപ്പോൾ അവൻ സ്റ്റഡി ലീവിന് വീട്ടിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ഞാൻ അവനെ കണ്ടില്ല. ഒരുപാട് അന്വേഷിച്ചു, എക്സാമൊക്കെ വന്ന് എഴുതുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിലായി അവൻ എന്നെ ഒഴിഞ്ഞു മാറി നടക്കുകയെന്ന്. പക്ഷെ അതിൻ്റെ റീസൺ എനിക്കറിയണ്ടേ, അതെങ്കിലും അവൻ എന്നോട് പറയണ്ടേ. അതറിയാണ്ട് അങ്ങനെ നേറി എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ, വേറെ എന്തെങ്കിലും കാരണമാണോ, എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. എക്സാം എല്ലാം കംപ്ലീറ്റ് ആയി ഒരു 2 ആഴ്ച കൂടി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഒരുപാട് വിളിച്ച് നോക്കി, മെസ്സേജ് അയച്ചു, ഒന്നിനും ഒരു റിപ്ലൈ ഉണ്ടായില്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി കോളേജിൽ. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ അവസാനമായി ഒന്നുകൂടി എല്ലാവരും കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കരുതി മേ ബി അവൻ വന്നാലോ, പക്ഷെ അന്ന് അവൻ വന്നില്ല. എന്നാൽ വേറൊരു കാര്യമുണ്ട്, അന്ന് എനിക്ക് അവിടെ ചെല്ലാൻ തോന്നിയത് എന്തുകൊണ്ടും നന്നായി. അവനെ കാണാൻ പറ്റിയില്ലെങ്കിലും അവൻ എന്തിനെൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നടന്നെന്നുള്ള റീസൺ എനിക്ക് അവിടെ വെച്ച് കിട്ടി. ഓ മിസ്റ്റർ റോമിയോ, സോറി മിസ് ജൂലിയറ്റ്. റോമിയോ അങ്ങ് നൈസായിട്ട് തേച്ചില്ലേ? നോക്ക്, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനുള്ളൊരു മൂഡില്ല. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇവിടെ നിൽക്കണ്ട, പോവാൻ നോക്ക്. ഞാൻ പോണോ? പോവാം, നോ പ്രോബ്ലം. പക്ഷെ മിസ്റ്റർ റോമിയോ എവിടെയാണെന്ന് ജൂലിയറ്റിനോട് പറയാമെന്ന് വിചാരിച്ചു വന്നതാ. ജൂലിയറ്റിന് അറിയണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ, ഞാൻ പോയേക്കാം. സമീറ, നിനക്ക് അറിയാം അവൻ എവിടെയാണെന്ന്. അവനിപ്പോ അവന്റെ ഫാമിലി കൂടെ ബാച്ചിലേഴ്സ് പാർട്ടി എൻജോയ് ചെയ്യായിരിക്കും. ഇന്ന് അവന്റെ ലാസ്റ്റ് ഡേ ആണല്ലോ, ഐ മീൻ സിംഗിൾ ആയിട്ടുള്ളതിന്റെ. നീ എന്താ പറയുന്നത്? ബാച്ചിലേഴ്സ് പാർട്ടി? സമീറ വേണ്ട, നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട, നീ പോയേ. ഞാൻ പറയുന്നത് ഉള്ള കാര്യം. ഞാൻ പോണെങ്കിൽ പോവാം, പക്ഷെ അതിനു മുന്നേ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാ. ഇന്ന് അവന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയാ, നാളെ അവന്റെ കല്യാണം. അതിന്റെ ആഘോഷത്തിലാണ് അവനും അവന്റെ വീട്ടുകാരും ഒക്കെ. അതാണ് അവൻ നിന്നെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നതിന്റെ മെയിൻ റീസൺ. അപ്പൊ നിന്റെ മൈൻഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാനാണെങ്കിൽ അവൻ എന്തിനാ നിന്നെ സ്നേഹിച്ചത്, ഇങ്ങനെ കൊണ്ടു നടന്നത് അല്ലേ? അതെല്ലാം വേറൊരു അഭിനയമായിരുന്നടാ, ഒരു ഗെയിമിന്റെ ഭാഗം. ഐ മീൻ ഞങ്ങളൊന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവന് കിട്ടിയ ഒരു ഡെയർ ആണ് നീ. നോ, ഞാനിത് വിശ്വസിക്കില്ല സമീറ. നീ വെറുതെ അല്ലടാ, എന്റെ പ്രൂഫ് ഉണ്ട്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ദേ, ഈ ഫോണിലുണ്ട് അതിന്റെ തെളിവ്, ഒന്ന് നോക്കി നോക്ക്. എന്താടാ ഫുൾ ടൈം ട്രൂത്ത് തന്നെ? ഇടയ്ക്കൊരു ഡയറൊക്കെ അങ്ങ് പറ. ഇതൊക്കെയല്ലേ ഈ കളിയുടെ ഒരു രസം. ഓഹോ, എനിക്കിട്ടെന്തോ പണി തരാനല്ലേ? സാറില്ല, ഓക്കെ ഡയർ. വലിയ പാടുള്ള പരിപാടി ഒന്നല്ല, ഒരാളെ നൈസായിട്ട് അങ്ങ് വളയ്ക്കണം. ഇത്ര അടിപൊളി ഡയറാ, ഇതൊക്കെ എനിക്ക് കിട്ടണതായിരുന്നു. അല്ല, ഏതവളാണത്? അതാണ് ഇതിലെ ട്വിസ്റ്റ്. അവളല്ല മോനെ, അവനാ. ഇവിടെ ഇത്രയും ചുള്ളത്തി ഗേൾസ് വന്നപ്പോൾ നിനക്ക് അവനെ നല്ല അടിപൊളി പെൺകുട്ടികളെ കൊടുത്തൂടെ? ഇത് ഡയറാണ് മോളെ, ഇതിങ്ങനെ കളിക്കുമ്പോഴാണ് ഇതിനൊരു രസം. മച്ചു, നീ എന്തോന്നും മിണ്ടാത്തെ? ഇത് നടക്കും തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തെ. ആദ്യത്തെ കാര്യം, ഞാൻ സ്ട്രെയിറ്റാ. അത് പോരാണ്ട് ഞാൻ എൻഗേജ്ഡും കൂടിയാണ്. ഞാൻ ഈ ഡയർ എങ്ങനെ ചെയ്യുന്നേ? മോനെ, നീ ഇത് ചെയ്തേ പറ്റുള്ളൂ. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. നീ ഇത് ചെയ്തില്ലെങ്കിൽ കോളേജിൽ മൊത്തമായിട്ട് നിന്നെ നാറ്റിക്കും ഇത് കാണിച്ചിട്ട്. പറഞ്ഞ വാക്കിന് വില വേണടാ. ഈ ഡയർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ ഫൈൻ, ഞാൻ ചെയ്യാം. ഡീറ്റെയിൽസ് പറ. ഞാൻ പറയുന്ന ആളെ ആയിരിക്കണം നീ പ്രേമിക്കേണ്ടത്. എനിക്കറിയാം അത്ര എളുപ്പമല്ല, പക്ഷെ നീ വളച്ചെടുത്തേ പറ്റത്തുള്ളൂ. എന്നിട്ട് കുറച്ച് നാളങ്ങ് സ്നേഹിച്ചു കൊണ്ട് നടക്കണം. പിന്നെ ഡെയർ കംപ്ലീറ്റ് ആവുന്നത് വരെ ഇത് ഡെയർ ആണെന്നുള്ളത് ആ പേഴ്സൺ അറിയാൻ പാടില്ല. പിന്നെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 2 years. 2 വർഷം മീൻസ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെ? കറക്റ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ഡെയർ ആയിരുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ ബ്രേക്കപ്പ് വേണമെന്ന് പറയുക ചെയ്തിട്ട് അതങ്ങ് നിന്റേതായ രീതിക്ക് നിനക്ക് ക്ലോസ് ചെയ്യാം. സിമ്പിൾ ആണ്. പക്ഷെ ഇതൊരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നതല്ലേ, ഇത് വേണോ? പിന്നെ ഇവിടെ എത്രയോ പേര് കമ്മിറ്റഡ് ആയിട്ട് എത്ര പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി പോകുന്നുണ്ട്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നിസ്സാര. പിന്നെ ഡെയർ അല്ലേ, നമുക്കൊരു രസമാണ്. നീ തന്നെ ഡെയർ ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. നീ ആളെ കാണിച്ചെന്നോ, ഞാൻ സെറ്റാക്കിക്കൊണ്ട്. ഇപ്പോഴെങ്കിലും ജൂലിയറ്റിന് വിശ്വാസമായി കാണും റോമിയോ അസലായിട്ട് തേക്കായിരുന്നെന്ന്.
റോമിയോക്ക് ജൂലിയറ്റിനോട് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വെറും അഭിനയമായിരുന്നു.